ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അധികാരത്തിൻ്റെ വെൺകൊറ്റക്കൊടിക്കൂറകൾ വായുവിൽ ചാമരം വീശുമ്പോൾ ലോകത്തിൻ്റെ കണ്ണുകൾക്ക് കുരിശിൻ്റെ നിഗൂഢാത്മകതയുടെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ ഒരു ദുഃഖവെള്ളി കൂടി. മാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന ഇലക്ട്രോണിക് യുഗത്തിൽ പരിചയങ്ങളുടെ മുഖഭാവങ്ങളില്ലാതെ പീഠാനുഭവ ചരിത്രവും കുരിശിൻ്റെ വഴിയും സാഘോഷം നടത്തപ്പെട്ടു എന്നുള്ളതായിരിക്കാം നാളത്തെ വാർത്തകളിൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നിറയുന്നത്. സമയവും സമയപരിധിയും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇന്നിൻ്റെ ലോകത്തോട് ഒരു കാൽവരിയും അവിടെ നാട്ടപ്പെട്ട മരക്കുരിശും അതിലേക്കായി തന്നെ മരണത്തിനേൽപ്പിച്ച ക്രിസ്തുവും വിളിച്ചു പറയുന്ന കുറേ നഗ്ന സത്യങ്ങളുണ്ട്. നിശബ്ദതയുടെ ആമത്തായിട്ട് പൂട്ടിയ ആ ഓടാമ്പലുകളെ നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്താ ആ കുരിശ്? എനിക്കാരാ ഈ കുരിശ്? എനിക്കെന്തിനാ ഈ കുരിശ്? ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഈ ലോകത്തിലെ നാമൊക്കെ നമ്മോട് തന്നെ ചോദിച്ചു പോകുന്ന ചില ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വേണം ഇതിനെ പറയാൻ. കുരിശിനെ നോക്കി നാമൊക്കെ പല ആവർത്തി ചോദിച്ചു പോകുന്നതാണ് ഈ ചോദ്യങ്ങൾ. വെറും 3 അക്ഷരങ്ങൾ കൊണ്ട് മാത്രം കൂട്ടിച്ചേർത്ത മലയാള ഭാഷയിലെ നമുക്കെല്ലാവർക്കും പരിചിതമായൊരു പദമാണ് കുരിശ്. എന്നാൽ ഇംഗ്ലീഷിൽ നാം ഇതിനെ കാണുന്നത് 5 അക്ഷരങ്ങളുടെ ഒരു കൂടിച്ചേരലിലാണ്. നാം അതിനെ ഇങ്ങനെ വായിക്കുന്നു: ക്രോസ്. എന്താ കുരിശ്? ജീവിക്കാൻ വേണ്ടി ജനിച്ച് നെട്ടോട്ടമോടുന്ന ഈ ലോകത്തിൽ മരിക്കാൻ വേണ്ടി മാത്രം ഒരുവൻ നടത്തിയ പടയോട്ടത്തിൻ്റെ അടയാളമാണ് കുരിശ്. ആരാ കുരിശ്? എന്നെ ഞാനാക്കിയതാണ് ആ കുരിശ്. എന്നെ മുഴുവനായും തിരിച്ചറിയുന്ന, എൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും തിരിച്ചറിയുന്നവൻ്റെ അവസാന ഹൃദയമിടിപ്പാണ് എനിക്ക് ആ കുരിശ്. എനിക്ക് എന്തിനായി കുരിശ്? വഴിമുട്ടിപ്പോകുന്ന സ്വപ്നങ്ങളുടെ ഒറ്റയടി പാതയിൽ ഞാൻ തനിച്ചെന്ന് തോന്നുമ്പോൾ എന്നരികിലേക്ക് ഞാൻ കാണാതെ എത്തുന്ന കാൽപാദത്തിൻ്റെ നിഴലുകളാണ് എനിക്ക് കുരിശ്. അതെ, കുരിശിലേക്ക് നോക്കിയവൻ തന്നെ കണ്ടെത്തുന്നുണ്ട്. ആ കുരിശിനെ നോക്കി അവൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദുഃഖവെള്ളിയെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു പ്രാർത്ഥന. എന്നെ വീണ്ടെടുക്കാൻ അനുസരണത്തിൻ്റെ ബലിക്കല്ലിൽ തന്നെ സ്വയം സമർപ്പിച്ച് എന്നെ രക്ഷിച്ച രക്ഷക സ്വസ്തി. ഈ പ്രാർത്ഥനയിലൂടെ ക്രോസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിനെ നമുക്കിങ്ങനെ വായിച്ചെടുക്കാം. എനിക്ക് വേണ്ടി കൺസ്യൂം ചെയ്തവനാണവൻ, എനിക്ക് വേണ്ടി റെഡീമറായവനാണവൻ, എനിക്ക് വേണ്ടി ഒബീഡിയൻ്റ് ആയവനാണവൻ, എനിക്ക് വേണ്ടി സാൽവേഷനായവനാണവൻ. അവന് മുൻപിൽ ഞാൻ പറയേണ്ട ഒരു വാക്കുണ്ട്: സാൽവേ. അതെ, ദുഃഖവെള്ളി നമ്മെ പഠിപ്പിക്കുന്ന ചെറിയ പ്രാർത്ഥനയാണിത്. അല്ലെങ്കിൽ ഈ ദുഃഖവെള്ളിയിലെ കുരിശ്, ഈ കുരിശ് നാട്ടപ്പെട്ട അവൻ എനിക്കാര്, എനിക്കെന്തിനായ കുരിശ് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ കണ്ടെത്തി സ്വയം ജീവിക്കുമ്പോഴാണ് ഈ ഒരു ദുഃഖവെള്ളി എനിക്കൊരു ഗുഡ് ഫ്രൈഡേ ആവുന്നത്. ഈ സത്യം ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഏവർക്കും ദുഃഖവെള്ളിയുടെ പ്രാർത്ഥനാശംസകൾ.